പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുകയാണ്. ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുമെന്നാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് നൽകുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. 48 മണിക്കൂറിനകം ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ തകർക്കുമെന്ന US പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ചെയ്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും രംഗത്ത് വന്നു. അബുദാബിയിൽ തകർന്ന മിസൈൽ അവശിഷ്ടം പതിച്ച് ഇന്ത്യക്കാരന് പരിക്കേറ്റു എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. VR കാർത്തിക് വിവരങ്ങളുമായി ചെയ്യുകയാണ്. കാർത്തിക്, ഇതിപ്പോ ഹോർമുസുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പുതിയ തർക്കം. ഹോർമുസ് അടച്ചിട്ടിരിക്കുന്നത് ചില്ലറ പ്രശ്നമല്ല ആഗോള വിപണിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ശത്രുക്കൾ, അതായത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും മാത്രമാണ് അവിടെ നിയന്ത്രണമെന്ന് പറയുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായി സുഖകരമല്ല താനും. എന്താണ് ഏറ്റവും പുതിയ വിവരം ഹോർമുസുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, യുദ്ധം 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് ഇറാനിലെ യുദ്ധം ഏറെക്കുറെ അവസാനിച്ചു എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പക്ഷെ അപ്പോഴും അനുദിനം കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന നിലയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയ മുന്നറിയിപ്പ് 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കണം എന്നാണ്. എന്നാൽ ഇതിനോട് ഇറാൻ പ്രതികരിച്ചത് അതേ നാണയത്തിലാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊരു മുന്നറിയിപ്പ് കൂടി US പ്രസിഡന്റ് നൽകിയിരുന്നു. അതായത് ഇത്തരത്തിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങളടക്കം ആക്രമിക്കുമെന്നൊരു മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത്. പക്ഷേ ആ ഭീഷണിക്കൊന്നും വഴങ്ങാൻ ഇറാൻ തയ്യാറല്ല. ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇറാന്റെ മറുപടി. അത്തരത്തിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം US നടത്തിയാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിടും എന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു കനത്ത ഭാഷയിൽ ഡൊണാൾഡ് ട്രംപിന് മറുപടി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും. ഹോർമുസ് കടലിടുക്കിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ വ്യക്തമാക്കിയത്. ശത്രു പക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രമാണ് നിയന്ത്രണം ഉള്ളത്, മറ്റ് നിയന്ത്രണങ്ങൾ ഇല്ല. സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിനെ അതേ നാണയത്തിൽ തന്നെ നേരിടും എന്നുകൂടി ആ വരികൾക്കിടയിൽ അദ്ദേഹത്തിന്റെ എക്സിൽ കുറിച്ച ട്വീറ്റിനെ വായിക്കണം. എന്തായാലും ഈ ഭീഷണിക്കൊന്നും ഇറാൻ വഴങ്ങില്ല എന്ന് ഈ ഘട്ടത്തിലും വ്യക്തമാവുകയാണ്. സ്വാഭാവികമായും സങ്കീർണമായി കാര്യങ്ങൾ തുടരുമ്പോൾ G7 അടക്കമുള്ള രാജ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ യുദ്ധവിഷയങ്ങളിലേക്ക് ഇടപെടുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ G7 രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ വിഷയത്തിൽ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്. ആ പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നത് യുദ്ധം അവസാനിപ്പിക്കണം, നിരുപാധികം ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഇതിന് പിന്നാലെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. സ്വാഭാവികമായും റീജിയണൽ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക്, അതായത് സഖ്യകക്ഷി രാജ്യങ്ങൾക്ക്, ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇത്തരത്തിൽ ഇറാൻ ആക്രമണം തുടർന്നാൽ സംരക്ഷണം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ G7 രാജ്യങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമായി തന്നെ തുടരുകയും ചെയ്യും. എന്തായാലും ഹോർമുസ് കടലിടുക്കിൽ തന്നെയാണ് നിലവിൽ എല്ലാ ശ്രദ്ധയും. കാരണം ഹോർമുസ് കടലിടുക്കിൽ ഏതെങ്കിലും തരത്തിൽ ഇറാൻ കടുത്ത നടപടികളിലേക്ക് പോകുമോ? സ്വാഭാവികമായും അത് അടച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ അതിന് ശക്തമായ ഭാഷയിൽ മറുപടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഇറാൻ ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. അതായത് ഇറാനിലും അതോടൊപ്പം തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ കുടിവെള്ളത്തിനായി പ്രധാനമായും ആശ്രയിക്കുന്നത് ഡീസാലിനേഷൻ കേന്ദ്രങ്ങളെയാണ്. അതായത് കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായി ഉപയോഗിക്കുന്ന ഡീസാലിനേഷൻ കേന്ദ്രങ്ങൾ. ഈ കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടത്തും എന്നൊരു മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായും അടുത്ത നടപടി എന്ത് എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. US പ്രസിഡന്റ് നൽകിയ മുന്നറിയിപ്പ് 48 മണിക്കൂറിനുള്ളിൽ ഇത് പൂർണ്ണമായി തുറക്കണമെന്നാണ് ഹോർമുസ് കടലിടുക്ക്. പക്ഷേ അത് ഇറാൻ ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും ട്രംപ് നിശ്ചയിച്ച് നൽകിയ സമയപരിധി, ട്രംപിന്റെ ഭീഷണി, ആ സമയപരിധി അവസാനിക്കുമ്പോൾ സ്വാഭാവികമായും US-ന്റെ അടുത്ത നീക്കം എന്ത് എന്നതും ലോകം ഉറ്റുനോക്കുന്നു. അതേസമയം ഇറാനും ഇസ്രയേലും ശക്തമായ ആക്രമണം തുടരുകയാണ്. ഇസ്രയേൽ ആകട്ടെ ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ശക്തമാക്കുന്നത്. അവിടെ പാലങ്ങൾ തകർത്തുകൊണ്ടുള്ള IDF-ന്റെ
ഫോഴ്സസിന്റെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസിന്റെ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ടെഹ്റാനിലും ഇപ്പോൾ സ്ഫോടനം നടക്കുന്നതായി വിവരങ്ങൾ അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. എന്തായാലും പ്രശ്നം കൂടുതൽ സങ്കീർണമായി തുടരുക തന്നെയാണ്. ഈ പ്രശ്നം സങ്കീർണമായി തുടരുമ്പോഴും ചില കണക്കുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഫെബ്രുവരി 28 മുതൽ ഇതുവരെ, അതായത് യുദ്ധം 4 ആഴ്ച പിന്നിടുമ്പോൾ ഏതാണ്ട് 214 കുട്ടികൾ മാത്രം ഈ കാലയളവിൽ മരിച്ചു, കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം ഇറാനിലെ 15 കേന്ദ്രങ്ങളിൽ 215 പ്രവിശ്യകളിലായി 206 ഇടത്ത് ആക്രമണമുണ്ടായി എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. അങ്ങനെ ഒരു വശത്ത് ഇറാൻ ശക്തമായി ആക്രമണം തുടരുന്നു. US പ്രസിഡന്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ യുദ്ധം അവസാനിക്കുന്നത് സൂചനകൾ നൽകിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിലെ കമന്റ് വന്നിരുന്നു. പക്ഷെ അപ്പോഴും ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഈ യുദ്ധം ഇപ്പോഴൊന്നും അവസാനിക്കില്ല എന്ന തരത്തിൽ തന്നെയാണ്. ഹെസ്ബുള്ളയ്ക്കും ഇറാനും നേരെയുള്ള ആക്രമണങ്ങൾ ഇനിയും ശക്തമായി തുടരും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യക്തമാക്കിയത്. ഈ പ്രശ്നങ്ങൾ സങ്കീർണമാകുമ്പോഴാണ് ഇപ്പോൾ G7 രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ വരുന്നത്. സ്റ്റാർമർ ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചു. സ്വാഭാവികമായും സഖ്യകക്ഷി രാജ്യങ്ങൾക്ക്, ഗൾഫ് മേഖലയിലെ സഖ്യകക്ഷി രാജ്യങ്ങൾക്ക് ഏത് തരത്തിലുള്ള പിന്തുണയാണ് G7 രാജ്യങ്ങൾ നൽകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ശ്രദ്ധേയമായി. തീർച്ചയായും അതാണ് ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട് ട്രംപ് മറ്റു രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നുവല്ലോ കാർത്തിക്. അവരതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. G7 രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു. ഇവരുടെയൊക്കെ പേടിയെന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ട്രംപ് ഇതെല്ലാം കൂടി തങ്ങളുടെ തലക്കിട്ട് വെച്ചിട്ട് പിന്മാറാൻ പോകുന്നു, യുദ്ധം ഉടനെ അവസാനിക്കുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ യുദ്ധം അവസാനിച്ചാലും ഹോർമുസിലെ തർക്കങ്ങൾ, പ്രശ്നങ്ങൾ അതുപോലെ നിലനിൽക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ തന്നെ നിരവധി കപ്പലുകൾ, ഓയിൽ കപ്പലുകളും മറ്റും പല മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. ഇത് അവസാനിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ അമേരിക്കയുടെ മാത്രം പ്രശ്നമല്ല, മറ്റ് ലോകരാജ്യങ്ങളെ ബാധിച്ച ഒന്നാണ്. അതിന് എന്ത് തരത്തിലുള്ള നടപടിയാണ് മറ്റ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് 2 ആഴ്ച പിന്നിടുമ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപ് മറ്റ് രാജ്യങ്ങളുടെ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടുകൂടി മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നു. സ്വാഭാവികമായും ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടുകൂടി അത് ആഗോള തലത്തിൽ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന മുന്നറിയിപ്പ് അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം G7 രാജ്യങ്ങളടക്കം ഇടപെടേണ്ട അടിയന്തര സാഹചര്യവും ഈ ഊർജ്ജ പ്രതിസന്ധി തന്നെയാണ്. കഴിഞ്ഞ ദിവസം UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അടിയന്തര യോഗം വിളിച്ചിരുന്നു. UK-യിലടക്കം ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സ്ഥിതിയുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇടിയുന്നു. അങ്ങനെ പ്രതിസന്ധികൾ പല കോണുകളിൽ വ്യാപകമാകുന്നു. ആ സാഹചര്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ആകില്ല എന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു നിലപാട് മാറ്റത്തിന്റെ സൂചനകൾ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും പുറത്തുവരുന്നത്. സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ അവർ വ്യക്തമാക്കിയത് ഈ യുദ്ധത്തിൽ സൈനികമായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ല എന്നായിരുന്നു വ്യക്തമാക്കിയത്. എന്നാൽ ഈ ഘട്ടത്തിൽ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇറാന്റെ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധം, അവർക്ക് സംരക്ഷണം നൽകും, ആവശ്യമായ സംരക്ഷണം നൽകും എന്നൊരു മുന്നറിയിപ്പ് അവർ നൽകുമ്പോൾ അത് ഏത് തരത്തിലാണ് എന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. ഈ യുദ്ധത്തിൽ ഇതുവരെ നേരിട്ട് മറ്റു രാജ്യങ്ങൾ പങ്കാളികളായിട്ടില്ല. US-ഉം ഇസ്രയേലും ആണ് ഇറാന് നേരെ അശക്തമായ ആക്രമണം നടത്തുന്നത്. ഇറാനാകട്ടെ യുദ്ധം 4 ആഴ്ച പിന്നിടുമ്പോഴും അവരുടെ വജ്രായുധമായ ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ഈ യുദ്ധമുറ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കും. സ്വാഭാവികമായും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആ പ്രതിസന്ധിയുടെ മറികടക്കാനുള്ള നടപടികളിലേക്ക് ആലോചിക്കേണ്ട ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇത് അധികകാലം മുന്നോട്ട് പോകാനാകില്ല. കാരണം ലോകത്തിന്റെ തന്നെ 20% ഊർജ്ജവും കടന്നു പോകുന്നൊരു കപ്പൽ ഗതാഗത പാതയാണിത്. അവിടെ ഉള്ള ഗതാഗതം സുഗമമാക്കേണ്ടത് അനിവാര്യമാവുകയാണ്. ഹോർമുസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ വെല്ലുവിളികൾ പരസ്പരം ഇരു രാജ്യങ്ങളും നടത്തുന്നത്.